നമസ്കാരം. മോഹൻലാലിൻ്റെ ശബ്ദത്തിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അത് കേൾക്കുമ്പോൾ അടുത്തിരുന്ന് കേൾക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഖമാണ്. അതിന് ചെറിയ ഒരു സ്ത്രൈണതയും അതുപോലെ തന്നെ റഫ്നെസ്സും ഒക്കെ എല്ലാം കൂടെ ചേർന്ന ഒരു പ്രത്യേക തരം ശബ്ദമാണ്. മലയാളികളുടെ കാതുകൾക്ക് അങ്ങ് ഉറച്ചുപോയ രസകരമായ മനോഹരമായ ഒരു ശബ്ദം. അപ്പോൾ ഈ ശബ്ദത്തിൽ എനിക്ക് തോന്നിയിട്ടുള്ള അദ്ദേഹം അമ്മേ എന്ന് വിളിക്കുന്ന ആ ശബ്ദത്തിൽ അമ്മേ എന്ന് വിളിക്കുന്നതാണ് എനിക്ക് ഏറ്റവും ഹൃദ്യമായി തോന്നിയിട്ടുള്ളത്. ഞാൻ പലപ്പോഴും അദ്ദേഹത്തിനോടൊപ്പം യാത്ര ചെയ്യുമ്പോഴും ഇടപഴകുന്ന സമയങ്ങളിലൊക്കെ അദ്ദേഹം അമ്മ എന്നുള്ള ആ ഒരു പ്രയോഗം, അത് ഭാര്യയോടായാലും അമ്മയോടായാലും അങ്ങനെ അമ്മ എന്ന് വിളിക്കുന്നതിന് ഒരു പ്രത്യേക ഇമ്പം, പ്രത്യേക ഒരു രസമാണ് അത് കേട്ടുകൊണ്ടിരിക്കാൻ. ഈ കോവിഡ് കാലത്ത് അദ്ദേഹം സുഹൃത്തുക്കളെയും അടുത്ത ആൾക്കാരെയൊക്കെ വിളിച്ച് ക്ഷേമം അന്വേഷിച്ചിരുന്നു. എല്ലാവരും വീടുകളിലായിരുന്നല്ലോ. അപ്പോൾ അന്ന് എൻ്റെ അമ്മ എന്നോടൊപ്പം താമസിക്കുന്ന സമയത്ത് എൻ്റെ കയ്യിൽ നിന്ന് ഫോൺ അമ്മയ്ക്ക് കൊടുക്കാൻ പറഞ്ഞിട്ട് കുറേ നേരം അമ്മയുമായിട്ട് സംസാരിച്ചു. അപ്പോൾ അമ്മയെന്നായിരിക്കും അദ്ദേഹം വിളിച്ചത്. അദ്ദേഹത്തിൻ്റെ ആ വിളിയുടെ ഒരു 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 വല്ലാത്തൊരു ഫീലാണ്. അപ്പോൾ അത് ചില സമയത്തൊക്കെ ഭാര്യയെ വിളിക്കുമ്പോൾ തന്നെ അദ്ദേഹം സുചി അമ്മ എന്നാണ് അദ്ദേഹം പറയുന്നത്. അപ്പോൾ അതൊരു വല്ലാത്ത ഒരു സ്ത്രീത്വത്തെ ഭയങ്കരമായിട്ട് ബഹുമാനിക്കുകയും ഒക്കെ റെസ്പെക്റ്റ് ചെയ്യുകയൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഞാൻ ലാൽ സാറിനെ കണ്ടിട്ടുള്ളത്. അപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ അമ്മയെക്കുറിച്ച് പറയാനാണ്. ഈ സാറിന് നമ്മൾ വെള്ളി നക്ഷത്രം ഉള്ളപ്പോൾ തന്നെ കലാമതി പബ്ലിക്കേഷൻസിന് വേറെ ഉപപ്രസിദ്ധീകരണങ്ങളുണ്ട്. അതിന് ആദ്യകാലത്ത് വിമൺസ് എന്ന് പറഞ്ഞിട്ട് ഒരു മാഗസിൻ ഉണ്ടായിരുന്നു. അശോക് കുമാർ പത്രാധിപരായിട്ടുള്ള വിമൺസ്. അതിനുശേഷം പിന്നെ സ്നേഹിത എന്ന് പറഞ്ഞിട്ട് പ്രസാദലക്ഷ്മണൻ്റെ വിജു വി നായരുടെയൊക്കെ സാരഥ്യത്തിൽ സ്നേഹിത എന്ന് പറഞ്ഞിട്ടൊരു മാഗസിൻ ആരംഭിച്ചു. അപ്പോൾ ഈ സമയത്തൊക്കെ ഇതൊക്കെ ആരംഭിക്കുമ്പോൾ തന്നെ നമ്മൾ പ്ലാൻ ചെയ്യുന്ന ഒരുപാട് അതിനകത്തൊക്കെ വരുന്ന ലേഖനങ്ങളിൽ ആദ്യം തന്നെ മമ്മൂട്ടിയുടെയോ മോഹൻലാലിൻ്റെയോ ഒക്കെ അവരുടെ ഒക്കെ കുടുംബമോ അല്ലെങ്കിൽ അമ്മമാരോ അല്ലെങ്കിൽ ഭാര്യമാരോ ഒക്കെ കുറിച്ചുള്ള ചെറിയ കഥകളും ലേഖനങ്ങളും ഒക്കെ ആയിരിക്കും, ഫീച്ചേഴ്സൊക്കെ ആയിരിക്കും പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും നമുക്ക് തിരുവനന്തപുരത്തു നിന്നുള്ള പ്രസിദ്ധീകരണമായതുകൊണ്ട് നമുക്ക് തൊട്ടടുത്ത് മുടവൻ മുകളിൽ മോഹൻലാലിൻ്റെ വീടുണ്ട്, അവിടെ അമ്മയുണ്ട്, അച്ഛനുണ്ട്. അപ്പോൾ നമുക്ക് ഏറ്റവും അടുത്ത് ചെല്ലാനും അങ്ങനെ ഒരു പരിചയം, മോഹൻലാലിനെ അപ്രോച്ച് ചെയ്യുന്നതിലും എളുപ്പത്തിൽ ഒന്ന് സ്വാധീനിക്കാൻ കഴിയുന്ന അമ്മയെ ഒന്ന് അടുത്ത ഒരു സൗഹൃദം ഉണ്ടാക്കിയെടുത്താൽ നല്ലതല്ലേ എന്ന് ചിന്തിക്കുമല്ലോ നമ്മളെല്ലാം. അപ്പോൾ അങ്ങനെ ആ കാലത്ത് നമ്മുടെ വനിതാ പത്രപ്രവർത്തകരും ഒക്കെ അമ്മയെ കാണാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാനും അങ്ങനെ ലാൽ സാറിൻ്റെ വീട്ടിൽ ഹിൽ ക്രസ്റ്റ് എന്ന് പറയുന്നത് മുടവൻ മുകളിൽ എനിക്ക് തോന്നുന്നു തിരുവനന്തപുരത്ത് ഏറ്റവും ഉയർന്ന ഒരു സ്ഥലിയിലാണ്. അതപ്പോൾ അതായത് ആ ഭൂമിയുടെ മുടവൻ മുകളിൽ ആ കയറ്റം കയറി ആ കയറ്റത്തിൻ്റെ ഒത്ത മുകളിലാണ് അദ്ദേഹത്തിൻ്റെ വീട്, ഹിൽ ക്രസ്റ്റ് എന്ന് പറയുന്ന വീട്. അവിടെ നിന്നാൽ നമുക്ക് ആ മുടവൻ മുകളും അപ്പുറത്തെ കുന്നും എല്ലാം കാണാം. അപ്പോൾ ആ വീടെന്ന് പറയുന്ന ഒരു സാധാരണ അന്നത്തെ കാലത്ത് ഒരു ഗവൺമെൻറ് ഉദ്യോഗസ്ഥൻ ഗവൺമെൻറ് സെക്രട്ടറി വെച്ചിട്ടുള്ള പണി കഴിപ്പിച്ചിട്ടുള്ള മനോഹരമായൊരു വീടാണ്. സിമ്പിളായിട്ടുള്ള വെട്ടവും വെളിച്ചവും ഒക്കെ കയറുന്ന വീടും പുറന്നോട്ട് കുറേ സ്ഥലമൊക്കെ ഉണ്ട്. അവിടെ കൃഷിയും ചെറിയ പച്ചക്കറികളും ഒക്കെ ഉണ്ട്. അപ്പോൾ നമ്മളവിടെ ആ വീട്ടിൽ പല ഘട്ടങ്ങളിലും പല സന്ദർഭങ്ങളിലും ചെന്നിട്ടുണ്ട്. സന്തോഷകരമായ മുഹൂർത്തങ്ങളിലും അവാർഡ് കിട്ടുന്ന സമയത്തും ഇൻ്റർവ്യൂ ചെയ്യുന്നതിനും പിന്നെ ആൻ്റണിയോടൊപ്പം അവിടെ അതിന് പിറകിൽ അതിൻ്റെ മാനേജേഴ്സിനും ആൾക്കാർക്കും ഇരിക്കാൻ പ്രത്യേകിച്ച് ഒരു ഔട്ട് ഹൗസ് ഉണ്ട്. അവിടെ ഇരുന്നും ഈ വീടിൻ്റെ പശ്ചാത്തലം നമ്മൾ ആസ്വദിച്ചിട്ടുണ്ട്. ലാൽ സാറിനെ അവിടെയൊക്കെ ഇൻ്റർവ്യൂ ചെയ്തിട്ടുണ്ട്. നമ്മൾ ദൂരദർശന് വേണ്ടി ഒരു ഇൻ്റർവ്യൂ നമ്മൾ ആ വീട്ടിലിരുന്ന് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞു വരുന്നത് ഈ അമ്മ ആ വീട്ടിലൊരു സാന്നിധ്യമാണ്. മോനെ എന്ന് വിളിക്കും, നമ്മളെയും അങ്ങനെയാണ് മോനെ വാ മോനെ എന്ന് പറഞ്ഞ് വിളിക്കും. അങ്ങനെ നമ്മളവിടെ ചെന്ന് നമുക്ക് ആഹാരം തരും, അതാണല്ലോ പ്രധാനം. അപ്പോൾ ഞാൻ പലതവണ ആ അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങി കഴിച്ചിട്ടുണ്ട്. ദോശ, ചമ്മന്തി ഇങ്ങനെയൊക്കെ ഉള്ളതിനും അതീവ രുചികരമാണ്. അപ്പോൾ ലാൽ സാർ ചോദിക്കുമ്പോൾ എന്താ കഴിച്ചോ, അവർ ആ വീട്ടിനുള്ളിലേക്ക് കടന്നാൽ മോഹൻലാൽ ഒരു സൂപ്പർ താരമല്ല. അദ്ദേഹം ഒരു സാധാരണ കൈലിയൊക്കെ കൊടുത്ത് ഒരു അയഞ്ഞ ബനിയൻ അങ്ങനെ എന്തെങ്കിലും ഇട്ട് ചരിഞ്ഞ് അങ്ങനെയുള്ള ഒരു സാധാരണ ഒരാളാണ് അവിടെ. മറ്റേ ആ മോഹൻലാൽ എന്ന് പറയുന്നത് അങ്ങനെ നമ്മൾ കാണുന്ന അല്ലെങ്കിൽ ലൊക്കേഷനിൽ കാണുന്ന ഒരാളല്ല. ആ വീട്ടിൽ അമ്മയും ഈ മകനുമായിട്ടുള്ള അച്ഛനുമൊക്കെ ഉള്ള സന്ദർഭങ്ങൾ അങ്ങനെയാണ്. അപ്പോൾ മുകളിലാണ് അദ്ദേഹത്തിൻ്റെ ഒരു മുറിയും കാര്യങ്ങളൊക്കെ. നമ്മൾ താഴെയാണ്
ഇരുന്നിട്ടുള്ളതും സംസാരിക്കുന്നു. അപ്പോൾ മുകളിൽ സുരേഷ് കുമാറിനെ പോലുള്ള അദ്ദേഹത്തിൻ്റെ ഏറ്റവും അടുത്ത സുഹൃത്തുക്കളൊക്കെ വരികയാണെങ്കിൽ മുകളിൽ പോവുകയും അങ്ങനെ അവരുടെ സൗഹൃദവും അന്തരീക്ഷമൊക്കെ ഉള്ളൊരു വീടാണത്. അപ്പോൾ ഈ അമ്മ വിളിച്ചിട്ട് ദോശ എടുത്ത് കഴിയും മോനെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അടുക്കളയിൽ തന്നെ നിന്ന് ഇവർ ചൂടോട് ആ ഷൺമുഖൻ അങ്ങനെയൊക്കെ ഉള്ള പരിചാരകരൊക്കെ ഉണ്ട്, അമ്മയുടെ മേൽനോട്ടത്തിൽ തന്നെ ദോശയും ചമ്മന്തിയും അതീവ രുചികരമായി കഴിച്ചിട്ടുണ്ട്. അപ്പം ഇവർ പറയാറുണ്ട് ഇടയ്ക്ക് ഇവിടെ തന്നെ പറമ്പിലുള്ള ഇലകൾ വെച്ചിട്ടുള്ള കറി അങ്ങനെയൊക്കെയുള്ള ആ ഒരു വെറും നാടൻ വിഭവങ്ങളാണ് ഒരുക്കുന്നതിൽ വളരെ വിദഗ്ധയാണ് ഈ അമ്മ. പക്ഷേ മോഹൻലാലിനെ പോലെ തന്നെ വളരെ രസകരമായിട്ട് സംസാരിക്കുകയും വളരെ ബുദ്ധിപരമായിട്ട് സ്നേഹപൂർവ്വം ഇടപഴകുകയും, എന്നാൽ നമുക്കൊരു റെക്കമെൻഡേഷനോ ഒരു കാര്യമൊന്നും അങ്ങനെ അമ്മ വഴി നമുക്ക് ചെയ്യാനൊന്നും പറ്റത്തില്ല. അതൊക്കെ അമ്മയ്ക്ക് വളരെ കൃത്യമായിട്ട് ബുദ്ധിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ ഈ അമ്മയുമായിട്ട് ഞാൻ കൊല്ലത്താണ് എൻ്റെ നാട്. അപ്പോൾ കൊല്ലത്ത് രാമേശ്വരം എന്ന് പറഞ്ഞൊരു അമ്പലമുണ്ട്, കച്ചേരിമുക്ക് അഞ്ചുകല്ലുമൂട് ആ ഭാഗത്താണ്. ആ രാമേശ്വരം അമ്പലത്തിൻ്റെ അടുത്ത്, അപ്പോൾ രാമേശ്വരം അമ്പലത്തെക്കുറിച്ച് എൻ്റെ അടുത്ത് ഒരിക്കൽ അമ്മ ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കറിയാം, രാമേശ്വരം അറിയാം, ശിവക്ഷേത്രമാണ്. അപ്പോൾ അതിൻ്റെ ഓപ്പോസിറ്റ് മംഗ്ലാവ് എന്ന് പറഞ്ഞൊരു വലിയ തറവാടുണ്ട്. അപ്പോൾ അവിടെ ഈ അമ്മയുടെ ഏറ്റവും അടുത്ത ഓരോ ബന്ധുക്കളാണ് താമസിക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ മംഗ്ലാവിൽ പോയിട്ടുണ്ട്, അവിടെ ഞാൻ ട്യൂഷൻ പഠിക്കുന്ന സമയത്ത് സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് അവിടെ പോയി, എനിക്ക് ആ പ്രദേശമായിട്ട് ഒരു അറ്റാച്ച്മെൻ്റ് ഉണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ പറയുക, അങ്ങനെ ഒരു അടുപ്പമുണ്ടായിരുന്നു. അമ്മ അവസാനമായിട്ട് കാണുന്നത് ഇപ്പോൾ എറണാകുളത്ത് അമ്മ ശയ്യാവലംബയായി കിടക്കുന്ന അവസരത്തിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. പിന്നെ ഇപ്പോൾ അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല, ഒരു 4 കൊല്ലം മുമ്പാണ് ഞാൻ കണ്ടത്. അപ്പോൾ അമ്മ തിരിച്ചറിഞ്ഞു. അപ്പം ലാൽ സാറും ഉണ്ട്, ആ അമ്മയോടൊപ്പം ആ മകനും ഉണ്ട്. മോഹൻലാലുമായി അടുത്തിടപഴകുകയും അദ്ദേഹത്തിൻ്റെ സാമീപ്യം അനുഭവിക്കുമ്പോഴും അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം സംസാരത്തിലും ശൈലിയിലുമൊക്കെ അറിയാതെ വന്ന് ചേർന്ന് പോകും. മിക്കവാറും അദ്ദേഹത്തിനോടൊപ്പം ഉള്ളവരൊക്കെ ഈ അമ്മ എന്നുള്ള ആ സ്നേഹസ്പർശിയായ വിളി അനുകരിക്കുന്നോ അല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുകയോ ചെയ്യുന്നുണ്ട്. എന്തായാലും മുടവൻ മുകളിലെ വീട്ടിൽ ഇപ്പോൾ അമ്മ എന്നുള്ള ആ വിളിയില്ല. മോഹൻലാലിനോടൊപ്പം കൊച്ചിയിലെ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് അമ്മ ഇപ്പോൾ താമസിക്കുന്നത്. അവിടെ ആ സ്നേഹ സൗഹൃദ തണലിൽ അമ്മയും മകനും ഉണ്ട്.